നമസ്കാരം. വീണ്ടും സൗദി അറേബ്യയുടെ ജിദ്ദയുടെ കാഴ്ചയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ജിദ്ദയ്ക്ക് അടുത്തുള്ള അൽകുമറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അൽസേഫ് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. നോക്കി നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ ഒന്നിച്ചങ്ങനെ കാണാം. നമ്മളങ്ങനെ അൽസേഫ് ബീച്ചിൽ വന്നു. പക്ഷേ പാർക്കിങ്ങിന് കിലോമീറ്ററുകൾ നമ്മളിങ്ങനെ ഓടി ഒരു വണ്ടി ഇടാൻ അതാ ഈ പുള്ളിക്കാരൻ ഇപ്പം പോകുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അവർ വീണ്ടും ഇറങ്ങുകയാണ്. ആ വണ്ടിയുടെ അവിടെ നമുക്ക് പാർക്കിങ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കണ്ടോ, സൗദി കണ്ട് സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ വണ്ടി കയറ്റി വെക്കുകയാണ്. അപ്പോൾ ആ വണ്ടി എടുക്കുമ്പം ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അൽകുമറ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. നല്ല കാറ്റാണ്, തണുത്ത കാറ്റാണ്. അപ്പോൾ എത്ര നേരം ഇനിയും വെളിയിലിരിക്കാൻ പറ്റുമെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ സൗദി അറേബ്യ ജിദ്ദയിലുള്ള അൽകുമറ ബീച്ചിൻ്റെ ഒരു മനോഹര കാഴ്ചകൾ കാണാൻ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അൽകുമറ ബീച്ചിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ജിദ്ദയിൽ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റ് നമുക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഈ അൽസേഫ് ബീച്ചിൽ നമ്മൾ എത്തുന്നത്. ഒട്ടക സവാരിയും കുതിര സവാരിയും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കിലോമീറ്ററോളം ബീച്ച് സൈഡ് ഒരു സ്ഥലമാണ് അൽസേഫ് അൽകുമറയിലുള്ള ഈ ഒരു ബീച്ച്. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, കുതിരയെ അതുപോലെ തന്നെ ഒട്ടകവും ഒക്കെയുള്ള റൈഡുകളും ഒക്കെ ആയിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് അടിപൊളി ഒരു ക്ലൈമറ്റും കൂടി ഡിസംബറിൽ അൽകുമറ ബീച്ചിൻ്റെ ഒരു മനോഹര കാഴ്ചയാണ്. നോക്കി എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ്. കുതിരയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ബീച്ച് സൈഡാണ് ഇത്. കിലോമീറ്ററുകൾ നമുക്ക് ഈ ഒരു ബീച്ച് സൈഡ് ഇവിടെ കിട്ടും. അതുപോലെ നല്ല കാറ്റാണ് ഇന്നത്തെ കാലാവസ്ഥ. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെങ്ങാണ്ടൊക്കെ ഓടിച്ചാടി നടപ്പുണ്ട്. നോക്കട്ടെ, ഫുട്ബോളൊക്കെ കൊണ്ടായിരുന്നു വന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ നടന്ന് ഇവരെ തപ്പിയുള്ള നടത്തത്തിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അൽസേഫ് ബീച്ചിൽ നിന്ന് കഴിഞ്ഞാൽ ഷിപ്പുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെ ഇവിടെ കാണാം. 3-4 ഷിപ്പ് ഇവിടെ ദൂരെയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പച്ചപ്പ് വിരിച്ച മനോഹരമായിട്ടുള്ള പുൽത്തകടികളും ഒക്കെ ആയിട്ടാണ് സേഫ് ബീച്ച് നമ്മളെ ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പം ജിദ്ദയിലുള്ളവർ തീർച്ചയായിട്ടും ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അൽസേഫിലുണ്ട്. അതായത് ഇവിടെ തന്നെ ഒരു കപ്പലുകളുടെ ശ്മശാനം ഇതിനടുത്ത് തന്നെയുണ്ട്. 2 കപ്പലുകൾ തകർന്ന് കിടക്കുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ ഈ അൽകുമറ ബീച്ച്, തൊട്ടടുത്ത് ഉപ്പുപാടം. ഈ 3 കൂടെ നമുക്കൊരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പ്രത്യേകിച്ച് ചൂട് കാലത്ത് വന്നാൽ നമുക്ക് പ്രയാസമാണ്. തണുപ്പുള്ള സമയത്ത് നമ്മൾ വന്നാൽ മനോഹരമായിട്ട് അങ്ങനെ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നല്ലൊരു തന്നെയാണ് ജിദ്ദയിലെ അൽസേഫ് ബീച്ചും അൽകുമറ സാൾട്ട് ഫീൽഡും ഒക്കെ. അങ്ങനെ ദേ കുമറ ബീച്ചിലെത്തി. അതുകൊണ്ട് ഗ്യാങ്ങുകളെല്ലാം തകർക്കുകയാണ്. വോളിബോളും ഇല്ലേ, വോളിബോളായിരുന്നു. വോളിബോൾ തകർക്കുകയാണ്. നല്ല പച്ചപ്പുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ അൽസേഫ് അൽകുമറ ബീച്ചിൽ വന്നത് ഉള്ള വേണ്ട അങ്ങനെ ചായയും കാപ്പിയും എന്താ കളിക്കാൻ അങ്ങനെ എല്ലാവരും കൂടെ വേണ്ട അടിപൊളി കട്ടൻ കാപ്പിയും ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്തോ പൊതിഞ്ഞൊക്കെ ഇട്ടേക്കുന്നത് നോക്കട്ടെ. നല്ല വിശ്വാസമൃദ്ധമായിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു. അയവ, സമൂസ, പപ്സ് ഒക്കെയാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി കട്ടൻ കാപ്പി ഒക്കെ എല്ലാം കൂടെ ഞങ്ങൾ കഴിച്ച് കുടിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. കളിക്കാം. കൺട്രോൾ സെന്ററിൻ്റെ അടുത്തല്ലേ, പോലീസ് പിടിച്ച് അകത്ത് കിട്ടോളും പെട്ടെന്ന്. മനോഹരമായിട്ടുള്ള കുമ്ര ബീച്ചിൽ വന്ന് തണുപ്പൊക്കെ അടിച്ചു കളിയൊക്കെ നിർത്തിയിട്ട് താണ്ടെ
അങ്ങനെ അടിപൊളി സ്നാക്സൊക്കെ കഴിക്കുകയാണ്. കട്ടനും കട്ടാപ്പിയും സമൂസയും വെട്ടുകേക്കും എല്ലാം കൂടെ കഴിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. ഇപ്പോൾ സൗദി അറേബ്യയുടെ ജിദ്ദയുടെ അൽകുമറ ബീച്ചിൽ, അൽസൈഫ് ബീച്ചിലാണ് ഇന്ന് നമ്മുടെ പര്യടനം.